ശരി ഓക്കെ, ഇനിയും കുറച്ച് പൊറോട്ട ഞാൻ റെഡിയാക്കി കൊണ്ടുവരാം. ശരി ഓക്കെ. നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോയല്ലോടാ. ഇവന്മാര് നമ്മുടെ ജീവൻ എടുക്കുമെന്നാ തോന്നുന്നത്. എന്താ ബോസ് ഈ പറയുന്നേ? ഇത് നിങ്ങളുടെ മാഡ് ബ്രെയിനിൽ നിന്ന് വന്ന ബാഡ് ഐഡിയ അല്ലേ? അപ്പൂപ്പ ഇതാ പിടിച്ചോളൂ പാവയ്ക്ക ജ്യൂസ്. മോനെ, അത് ഓറഞ്ചും മൊസമ്പിട്ട ജ്യൂസ് ആണെങ്കിൽ എനിക്ക് മതി. അല്ല അപ്പൂപ്പ, അതെല്ലാം അപ്പൂപ്പന്റെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. ഇത് പാവയ്ക്കയും പച്ചമുളകും ചേർത്തരച്ച ജ്യൂസാ. എനിക്ക് വേണ്ട. കമോൺ അപ്പൂപ്പ, കുടിക്ക് വേഗം കുടിക്ക്. അപ്പൂപ്പ അപ്പൂപ്പല്ലേ എന്നോട് പറഞ്ഞത് അപ്പൂപ്പ വേണ്ടെന്ന് പറയുമ്പോ നിർബന്ധിച്ച് കുടിപ്പിക്കണോന്ന്. ഇത് കുടിച്ച് വേഗം കുടിച്ച് തീർക്ക്. വരൂ, എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇവൻ എന്റെ സ്പെഷ്യൽ റോബോട്ടാണ്. വീറിനെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകും. ശരി, അപ്പൂപ്പന്റെ കളി നമുക്ക് മതിയാക്കാം. അപ്പൂപ്പ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ നീ കുഴപ്പത്തിലാവാൻ പോവുകയാണ് വീർ. അറ്റാക്ക് റോബോട്ട്സ്. ഇവന്റെ ഫോട്ടോ നിങ്ങളുടെ മെമ്മറിയിൽ ഫീഡ് ചെയ്തിട്ടില്ലേ? ഇവന്റെ കഥ അങ്ങ് തീർത്തേക്ക്. കം ഓൺ റോബോട്ട്സ്, അറ്റാക്ക്. Robots attack! നിങ്ങളുടെ മുഖം ഇപ്പൊ ഡോക്ടർ പ്രേം സഹായിയുടെ പോലുണ്ട്. അതുകൊണ്ടാ നിങ്ങളെ അവർ ഇതുപോലെ എടുത്തിട്ട് തല്ലുന്നത്. Drilling suit on. Drilling suit on. വീർ, എന്നെ രക്ഷിക്കൂ. വണ്ടി നീ എന്താ കാണിക്കുന്നത്? മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങാനാ പറഞ്ഞത്. നീ ചുവരിൽ തലകീഴായിട്ട് കയറിയോ? അതെങ്ങനെ? നീ പിന്നെ കുറുമ്പുമായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? പക്ഷെ സംഗതി കൊള്ളായിരുന്നു കേട്ടോ. വണ്ടി നീ ഒന്നുകൂടി ചെയ്ത് കാണിച്ചേ. സർ 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 അത് ഞാനല്ല ചെയ്തത്. എനിക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. എന്ത് തമാശ ചെയ്ത്? നീ ഒന്നുകൂടി ചെയ്ത് കാണിക്കേ. ഞാൻ നിന്റെ പേര് സ്കൂൾ ജിംനാസ്റ്റിക് ടീമിൽ കൊടുത്തേക്കാം. സാർ, ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പറ്റണം. ഒന്നുകൂടെ നീ ട്രൈ ചെയ്ത് നോക്ക്. കുറച്ചു മുമ്പ് നീ കാണിച്ചല്ലേ? ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ? ധിക്കാരം കുറച്ച് കൂടുന്നുണ്ട്. ചെയ്തത് ശരിക്കും വണ്ടി തന്നെയാ, പക്ഷെ എങ്ങനെയാ ചെയ്തത്? ഞാനിപ്പോ ഏത് ജോലിയാ ചെയ്യേണ്ടത്? പറയൂ വീർ. വണ്ടി ഇങ്ങനെ ചുമരിൽ കയറി നടക്കാൻ കാരണം നീയല്ലേ ചിണ്ടു? എനിക്കറിയാം, അങ്ങനെയൊക്കെ ചെയ്തത് നീയാ. അല്ലെന്നേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിലിരുന്ന് ചാട്ട് കഴിക്കായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് സമയമില്ലെന്നേ. ഞാൻ ചാട്ട് കഴിക്കാൻ പോവാ. എല്ലാ കാര്യത്തിനും എന്നെ വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്റെ ചാട്ട്. എടാ നിക്ക്. അയ്യോടാ, ഈ സാറ് ഈ റോളിംഗ് ചെയറിലിരുന്ന് എങ്ങോട്ടായി പോകുന്നത്? ഏയ് സാറേ, അവിടെ നിക്ക്. സാറേ, ശരിക്കും പറഞ്ഞാ ഇത് കോറിഡോർ തന്നെയാ.
എന്തോ പ്രശ്നമുണ്ടല്ലോ. അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എക്സ്റേ വിഷൻ ഓൺ. എക്സ്റേ വിഷൻ ഓൺ. ചേട്ടാ, നിങ്ങൾ ആ ഗലിവർ ട്രാവൽസ് ബുക്കിലുള്ള ലില്ലിപുട്സ് അല്ലേ? നിങ്ങൾ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? അത് ശരി, ഇതെല്ലാം ചിണ്ടുവിന്റെ മാജിക് ആണല്ലേ? ഞാനിപ്പോ നിങ്ങളെല്ലാവരെയും ചിണ്ടുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ചേട്ടാ, ഇതെന്താ? ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഇതൊക്കെ കാണാൻ എന്ത് രസാല്ലേ വീർ? അതെ, ഇതെല്ലാം വളരെ ക്യൂട്ടാണ്. അതെ, കാണാൻ നല്ല അഴകുണ്ട്. പക്ഷെ കൂടുതൽ അഴക് ദേ ഈ കുതിരയാ. ചുൽബുൾ, നീ ഏതിനാണോ ഇപ്പൊ കുതിരാന്ന് പറഞ്ഞത്? അത് യൂണിക്കോൺ ആണ്. നിനക്ക് ആ കാര്യം പോലും അറിയില്ലെന്ന് തോന്നുന്നു. അതൊരു തരം മാജിക്കൽ ഹോഴ്സ് ആണ്. യൂണിക്കോണിന് ഒരുപാട് ശക്തികളുണ്ട്. വീർ, ടിഫിൻ റെഡി ആയിട്ടുണ്ട് മോനെ. ഇന്ന് ഇവരൊക്കെ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ എന്ത് രസമായിരിക്കും അല്ലേ? നമുക്ക് അവരുടെ കൂടെ കളിക്കാമായിരുന്നു. നാടും നഗരമൊക്കെ ചുറ്റിക്കറങ്ങാമായിരുന്നു. എന്താ ശരിയല്ലേ ചിണ്ടു? ഓക്കെ, അതൊന്നും വലിയ പ്രശ്നമല്ലെന്നേ. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. മാജിക് ഒന്നും ചെയ്യണ്ട, ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ. എമിലി, നിനക്കും കൂടെ ചേർത്താ ടിഫിൻ ഉണ്ടാക്കിയിരിക്കുന്ന മോളെ. പിന്നെ ചിണ്ടു, നിന്റെ ചാറ്റ് റെഡി. ചുൽബുൾ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ഹൽവയും ഉണ്ടാക്കിയിട്ടുണ്ട്. ടിഫിനോ? വേഗം വായി മിലി. താങ്ക് യു പപ്പ. വാ വീർ, സ്കൂളിലേക്ക് പോകാൻ ലേറ്റ് ആയി. എന്തൊരു സുഗന്ധമാ വന്നുകൊണ്ടിരിക്കുന്നേ. വാ വാ വാ, നമുക്ക് കഴിക്കാം. കുട്ടികളെ, നിങ്ങൾ ഇതിന്റെ ആൻസർ പറയണം. 5860 പ്ലസ് 2323 എത്രയാണ്? സോ കുട്ടികളെ, ഇതിന്റെ ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞേ? 8182. വീർ, ഒരു കാര്യം ചെയ്യേ. ഈ ബ്ലാക്ക് ബോർഡിൽ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നീ ഒന്ന് സോൾവ് ചെയ്തേ. ഓക്കെ സാർ. എന്ത് പറ്റി വീർ? മനസ്സിലാവുന്നില്ല സാർ. ആരോ എന്റെ ഷൂലേസ് ഒന്നിച്ച് കൂട്ടി കെട്ടി വെച്ചിരിക്ക. ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ തന്നെ ദേ വീര് തലയും കുത്തി താഴെ കിടക്കുക. ശരി ശരി, ഓക്കെ ഓക്കെ. നീ ആദ്യം ലേസ് റിമൂവ് ചെയ്യേ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. വണ്ടി അടുത്ത് നീ വാ. സാർ, സാർ ഇത് കണ്ടോ? വീര എന്റെ ടിഫിൻ മൊത്തം കഴിച്ചു തീർത്തിരിക്കുക. അല്ല, ഇവന് ഇതെന്താ പറ്റിയത്? ഇവന്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണെന്ന് തോന്നുന്നല്ലോ. അഴുക്ക് വെള്ളം കുടിച്ചതുകൊണ്ട് ഇവന് പനി പിടിച്ചിരിക്കുക. ഞാൻ ഇവനെ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. അല്ല, നീ ആരാണ്? നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയതാ? എന്റെ പേര് ബുൾബുൾ എന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ നദിയിലെ വെള്ളം വളരെ അഴുക്ക് നിറഞ്ഞതായിരുന്നു. ആ വെള്ളത്തിൽ എവിടെ നിന്നോ പച്ച നിറത്തിലും ചുവപ്പ് നിറത്തിലും നീല നിറത്തിലുമുള്ള ഏതോ അഴുക്ക് വന്നു ചേരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും രോഗബാധിതരായി തീർന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഫാക്ടറിയിൽ നിന്നുള്ള കെമിക്കൽ ആയിരിക്കും. ആ വെള്ളമാണ് നദിയിൽ മിക്സ് ആവുന്നത്. അപ്പൂപ്പ, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. ബുൾബുൾ, നമുക്ക് ചെന്ന് അതൊന്ന് നോക്കിക്കളയാം. ഇവിടുത്തെ നദിയിലെ വെള്ളത്തിൽ ഏതുതരം കെമിക്കലാ മിക്സ് ആയെന്ന് നോക്കാം. ഓക്കെ വീർ. ചിണ്ടു, ഞങ്ങൾ ഇപ്പോൾ ബുൾബുളിന്റെ ആ ഏരിയയിലേക്ക് കൊണ്ടുചെല്ല്. അവിടുന്ന് നമുക്ക് മൊത്തം നദിയും ഒന്ന് കാണണം.
ഇത് കണ്ടോ, ഈ പോയിന്റിൽ നിന്നാണ് കെമിക്കൽ മിക്സ് ആവുന്നത്. താഴെ ഏതാണ്ട് ഒരു പൈപ്പ് ഉണ്ടെന്നാ തോന്നുന്നത്. പക്ഷെ തൊട്ടടുത്തെങ്ങും ഫാക്ടറി കാണുന്നില്ലല്ലോ. ഞാൻ ആ പൈപ്പിലേക്ക് ചെന്നൊന്ന് നോക്കട്ടെ. അത് എവിടുന്നാ വരുന്നേന്ന് നോക്കട്ടെ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. അണ്ടർ വാട്ടർ സ്യൂട്ട് ഓൺ. Underwater suit on.